1938 സ്വാതന്ത്ര്യ സമരകാലത്ത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു തുടങ്ങിയ പത്രമാണ് നാഷണൽ ഹെറാൾഡ്. 2012 ശേഷം നാഷണൽ ഹെറാൾഡ് എന്ന് നമ്മൾ കേൾക്കുന്നത് അതേ നെഹ്റു കുടുംബത്തിനെതിരായ അഴിമതി ആരോപണങ്ങളുടെ പേരിലാണ്. ആരോപണം ഉയർന്നത് മുതൽ ഇന്നോളം BJPക്ക് കോൺഗ്രസിനെ അടിക്കാനുള്ള വടിയാണ് ഈ കേസ്. രാജ്യത്തെ പ്രതിപക്ഷത്തിന്റെ മുഖമായ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കുമെതിരെ നാഷണൽ ഹെറാൾഡ് കേസിൽ ED കഴിഞ്ഞ ദിവസം ഒരു കുറ്റപത്രം സമർപ്പിച്ചു. കള്ളപ്പണ ഇടപാടും ക്രിമിനൽ ഗൂഢാലോചനയും അടക്കം ഇരുവരെയും ഒന്നും രണ്ടും പ്രതികളാക്കി ഗുരുതര കുറ്റങ്ങൾ ചുമത്തിയിരിക്കുന്നു. ഏപ്രിൽ 25-ന് റോസ് അവന്യൂ കോടതി കേസ് പരിഗണിക്കുന്നതോടെ കേസിന്റെ തുടർ ചിത്രം വ്യക്തമാകും. ആദ്യം കാണാം RDX റാപ്പ്. നാഷണൽ ഹെറാൾഡ് കേസിൽ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കുമെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച ED കുറ്റപത്രം നൽകിയതിനെതിരെ കോൺഗ്രസ് രാജ്യവ്യാപകമായി പ്രതിഷേധിച്ചു. ഡൽഹിയിൽ AICC ഓഫീസിന് മുന്നിൽ നിന്ന് ED ഓഫീസിലേക്കുള്ള പ്രതിഷേധ മാർച്ച് പോലീസ് തടഞ്ഞു. ബാരിക്കേഡ് മറികടന്ന നേതാക്കളെ അടക്കം കസ്റ്റഡിയിലെടുത്തു. EDയുടേത് കള്ളക്കേസാണെന്നും പ്രതിപക്ഷ വേട്ടയാടലാണെന്നും കോൺഗ്രസ് ആരോപിക്കുന്നു. കേസ് നടപടികൾക്ക് സ്റ്റേ തേടി സുപ്രീം കോടതിയെ സമീപിക്കാനും കോൺഗ്രസ് നീക്കമുണ്ട്. കഴിഞ്ഞ ദിവസം ED കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രം പ്രകാരം കേസിൽ സോണിയാഗാന്ധി 1-ാം പ്രതിയും രാഹുൽ ഗാന്ധി 2-ാം പ്രതിയുമാണ്. കള്ളപ്പണ ഇടപാട്, ക്രിമിനൽ ഗൂഢാലോചന തുടങ്ങിയ ഗുരുതര കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. കേസ് ഈ മാസം 25-ന് റോസ് അവന്യൂ കോടതി പരിഗണിക്കും. RDX റാപ്പ് ന്യൂസ് മലയാളം. നാഷണൽ ഹെറാൾഡ് കേസ് വിശദമായിട്ട് പരിശോധിക്കണം. അതിലെപ്പോഴെന്താണ് നടക്കുന്നതെന്ന് കൂടെ പരിശോധിക്കാം. അതിനു മുമ്പ് നാഷണൽ ഹെറാൾഡ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. നാഷണൽ ഹെറാൾഡ് 1938 സ്വാതന്ത്ര്യ സമരകാലത്ത് ജവഹർലാൽ നെഹ്റു തുടങ്ങിയ പത്രത്തിൻ്റെ പേരാണ് നാഷണൽ ഹെറാൾഡ് എന്നത്. നടത്തിപ്പിനായി രൂപീകരിച്ചത് അസോസിയേറ്റഡ് ജേർണൽസ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ്. ഈ കമ്പനിയാണ് ആ പത്രം ഇറക്കിയത്. 5000 സ്വാതന്ത്ര്യ സമര സേനാനികളായിരുന്നു ഈ കമ്പനിയുടെ ഓഹരി ഉടമകൾ, നാഷണൽ ഹെറാൾഡ് പിന്നിലെ ആളുകൾ. സ്വാതന്ത്ര്യാനന്തരം കോൺഗ്രസിന്റെ മുഖപത്രമായി മാറി നാഷണൽ ഹെറാൾഡ്. സ്വാതന്ത്ര്യാനന്തരം ഉറുദുവിൽ ക്വാമി ആവാസ്, ഹിന്ദിയിൽ നവജീവൻ എന്നീ പേരുകളിലും 2 പത്രങ്ങൾ കൂടെ, അങ്ങനെ 3 പത്രം. 1942 ബ്രിട്ടീഷ് സർക്കാർ പത്രം പിരിച്ചുവിട്ടു. 45 മുതൽ വീണ്ടും പ്രവർത്തിച്ചു. ഇടക്കാലത്ത് ബ്രിട്ടീഷ് സർക്കാർ അതിനെ തടഞ്ഞു പ്രവർത്തനം. 47 നെഹ്റു പത്രത്തിന്റെ ചെയർമാൻ സ്ഥാനം രാജിവെച്ചു. അദ്ദേഹം രാജ്യ പ്രധാനമന്ത്രിയായി പോകുന്ന ഘട്ടത്തിൽ 2008 സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് പ്രവർത്തനം അവസാനിപ്പിച്ചു എന്നതാണ് പ്രധാനമായിട്ടും നമ്മുടെ കാലത്ത് മനസ്സിലാക്കേണ്ടത്. 2002 മുതൽ 2011 വരെ AJLന് 90 കോടി രൂപ കോൺഗ്രസ് പാർട്ടി വായ്പ നൽകി ഈ അസോസിയേറ്റഡ് ജേർണൽ എന്ന കമ്പനിക്ക്. ഈ വായ്പാ തുകയെ ചുറ്റിപ്പറ്റിയാണ് പിന്നീട് ഇപ്പോഴടക്കം ഉണ്ടാകുന്ന വിവാദങ്ങളെല്ലാം സംഭവിക്കുന്നത്. 90 കോടി രൂപ തിരിച്ചടക്കാൻ AJLന് ഈ കമ്പനിക്ക് സാധിച്ചില്ല. അതോടെ വായ്പാ തുക 9.02 കോടിയുടെ ഇക്വിറ്റി ഷെയറുകളാക്കി മാറ്റുകയാണ് ഉണ്ടായത്. ഇതോടെ വായ്പാ തുക അങ്ങനെ ഈക്വിറ്റി ഷെയറുകളാക്കി മാറ്റി. അങ്ങനെയാണ് ഈ 90 കോടിയുടെ വിവാദ സംഗതി വരുന്നത്. 2010 രൂപീകരിക്കപ്പെട്ട കമ്പനിയാണ് യങ് ഇന്ത്യൻ. ഈ യങ് ഇന്ത്യനാണ് ആ പണം വാങ്ങുന്നത്, ആ ഷെയറുകൾ വാങ്ങുന്നത്. സോണിയാഗാന്ധിക്കും രാഹുലിനും യങ് ഇന്ത്യനിൽ 76% ഓഹരിയുണ്ട്. ഇവർ രണ്ടുപേർക്ക് മാത്രം 76% ഓഹരി. ബാക്കി 24% ഓഹരി മോത്തിലാൽ വോറ, ഓസ്കാർ ഫെർണാണ്ടസ് എന്നീ കോൺഗ്രസ് നേതാക്കൾക്കാണ്. 2011 AJLന്റെ ഓഹരികൾ യങ് ഇന്ത്യൻ ഏറ്റെടുത്തു. ഈ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയുള്ള കമ്പനി ആ ഓഹരികൾ ഏറ്റെടുത്തു. 50 ലക്ഷം രൂപയ്ക്കാണ് ഓഹരികളെല്ലാം യങ് ഇന്ത്യനിലേക്ക് എത്തിയത്. 50 ലക്ഷം രൂപയ്ക്ക് മാത്രം. കോൺഗ്രസിന്റെ വായ്പാ തുക ഷെയറുകളാക്കി മാറ്റിയതും ഇതിൽപ്പെടും. ഇവിടെയാണ് പ്രശ്നങ്ങൾ എല്ലാം കിടക്കുന്നത്. 2012 AJL യങ് ഇന്ത്യൻ ഇടപാടിൽ ക്രമക്കേട് ആരോപിച്ച് സുബ്രഹ്മണ്യൻ സ്വാമിയാണ്, BJP നേതാവായിരുന്ന സുബ്രഹ്മണ്യൻ സ്വാമിയാണ് പുറത്തേക്ക് വന്നത്. വെറും 50 ലക്ഷം രൂപ നൽകി യങ് ഇന്ത്യൻ അവകാശം സ്വന്തമാക്കിയത് ഗൂഢാലോചനയാണ് എന്ന് സുബ്രഹ്മണ്യൻ സ്വാമി പറഞ്ഞു. 90 കോടി വായ്പാ തുക 9 കോടിയുടെ ഇക്വിറ്റി ഷെയർ ആക്കിയതിലും വലിയ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. വാണിജ്യ വായ്പ നൽകാൻ രാഷ്ട്രീയ പാർട്ടികളെ നിയമം അനുവദിക്കുന്നില്ല എന്നൊരു പോയിന്റ് കൂടെ അദ്ദേഹം മുന്നോട്ട് വെച്ചു. AJL ഓഹരി ഉടമകളും ഇടപാടിനെക്കുറിച്ച് അറിഞ്ഞില്ല എന്ന വാദവുമായി അന്ന് രംഗത്തെത്തിയിരുന്നു. ഡൽഹി കോടതി സോണിയക്കും രാഹുലിനും സമൻസ് അയച്ചു. അങ്ങനെയൊക്കെയാണ് ഈ വിവാദങ്ങളുടെ എല്ലാം, കോടതി നടപടികളുടെ എല്ലാം തുടക്കമാകുന്നത്. ലാഭേച്ഛയല്ല, ചാരിറ്റി ലക്ഷ്യം വെച്ചാണ് യങ് ഇന്ത്യൻ രൂപീകരിച്ചത് എന്നായിരുന്നു രാഹുലിൻ്റെയും സോണിയയുടെയും മറുവാദം. ഓഹരി കൈമാറ്റം വാണിജ്യപരമായുള്ള ഇടപാട് മാത്രമാണ്. 2014 ED കള്ളപ്പണം വെളുപ്പിക്കലിൽ പ്രാഥമിക അന്വേഷണം നടത്തി. അങ്ങനെയാണ് ED രംഗത്തേക്ക് വരുന്നത്. 2015 സെപ്റ്റംബറിൽ സോണിയാഗാന്ധി 1-ാം പ്രതി, രാഹുൽ ഗാന്ധി 2-ാം പ്രതിയുമായിട്ട് EDയുടെ കേസും ഉണ്ടായി വന്നു. സുപ്രീം കോടതി 2015 തന്നെ സോണിയക്കും രാഹുലിനും ഈ കേസിൽ ജാമ്യം അനുവദിച്ചു. അപ്പോൾ തന്നെ സുപ്രീം കോടതി ഇടപെടലുണ്ട്. ആരോപണ വിധേയർ നേരിട്ട് ഹാജരാകേണ്ട എന്ന് 2016 കോടതി വ്യക്തമാക്കുകയും ചെയ്തു. AJLന്റെ 700 കോടിയുടെ സ്വത്തുക്കൾ ഏറ്റെടുക്കാൻ ED നടപടി തുടങ്ങി. EDയുടെ ഇടപെടൽ ശക്തമാകുന്നത് അങ്ങനെയാണ്. 1600 കോടി രൂപ വിലമതിക്കുന്ന ഡൽഹിയിലെ ഹെറാൾഡ് ഹൗസ് ഏറ്റെടുക്കും എന്നതാണ് ഇപ്പോഴത്തെ നില. ലക്നൗ, മുംബൈ എന്നിവിടങ്ങളിലെ മറ്റ് വസ്തുവകകളും
ഈ AJLന്റെ വസ്തുവകളും ഏറ്റെടുക്കാനാണ് ED പുറപ്പെടുന്നത്. 2023 തന്നെ ആസ്തികൾ കണ്ടുകെട്ടി PMLA അതോറിറ്റി ഇത് ശരിവെക്കുകയും ചെയ്തിരുന്നു. ഇത്തരം നടപടികളെല്ലാം ഇതിനകം തന്നെ നടന്നു. ED കുറ്റപത്രത്തിൽ സോണിയയ്ക്കും രാഹുലിനുമെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് EDയുടെ കുറ്റപത്രത്തിലുള്ളത്. AJL ഏറ്റെടുക്കാൻ സോണിയയും രാഹുലും ക്രിമിനൽ ഗൂഢാലോചന നടത്തി എന്ന് തന്നെയും ED അവരുടെ കുറ്റപത്രത്തിൽ പറയുന്നു. 5000 കോടി രൂപയുടെ വിപണി മൂല്യമുള്ള വസ്തുക്കൾ ഇരുവരും സ്വന്തമായിട്ട് കൈക്കലാക്കി, അവർ മാത്രമായിട്ട് കൈക്കലാക്കി, അസോസിയേറ്റഡ് ജേർണൽസ് ഉപയോഗിച്ച് കള്ളപ്പണ ഇടപാട് നടത്തിയെന്ന ഗുരുതരമായുള്ള ആരോപണം കൂടെ EDക്കുണ്ട്. കോൺഗ്രസ് വായ്പ നൽകിയത് AJLനാണ്, ഷെയറാക്കി മാറ്റിയത് യങ് ഇന്ത്യനാണ്. യങ് ഇന്ത്യൻ ഇവരുടെ കമ്പനിയാണ്. ആ കമ്പനി കുറ്റപത്രത്തിനൊപ്പം തെളിവുകളും ED കോടതിക്ക് കൈമാറിയിട്ടുണ്ട്. വളരെ ഗൗരവതരമായുള്ള തെളിവുകൾ. AJLന്റെ വസ്തുക്കൾ ഉപയോഗിച്ച് വ്യാജ വാടക ബില്ലുകൾ ചമച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ ED മുന്നോട്ട് വെച്ച കാര്യങ്ങളിലുണ്ട്. കുറ്റപത്രം 5 വ്യക്തികൾക്കും 2 കമ്പനികൾക്കുമെതിരെയാണ്. ഈ 2 ആളുകൾ ഉൾപ്പെടെ വ്യക്തികൾ ഇവരാണ്: സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, സാം പിത്രോഡ, സുമൻ ദുബൈ, സുനിൽ ഭണ്ഡാരി എന്നീ 5 പേർക്കെതിരെയാണ് കുറ്റപത്രം. കമ്പനികൾ ഇവയാണ്: യങ് ഇന്ത്യൻ, ഡോട്ടെക്സ് മെർച്ചൻഡൈസ് എന്നീ 2 കമ്പനികൾക്കെതിരെയാണ് EDയുടെ കുറ്റപത്രമുള്ളത്. AJLന്റെ വസ്തുവകളുടെ നിലവിലെ വിപണി മൂല്യം 5000 കോടി രൂപ വരും. 5000 കോടി രൂപ എന്ന വലിയ നമ്പറാണ്. അങ്ങനെ ആ കുറ്റപത്രത്തിന്മേലാണ് ഇപ്പോൾ കാര്യങ്ങൾ നടക്കുന്നത്. ഇത് ED രാഷ്ട്രീയമായിട്ട് കാര്യങ്ങളെ നേരിടുകയാണ്, രാഷ്ട്രീയ എതിരാളികളെ, പ്രത്യേകിച്ചും കോൺഗ്രസിനെ നേരിടുകയാണ്. രാഹുൽ ഗാന്ധിയെയും സോണിയാഗാന്ധിയെയും ഒക്കെ ED വല്ലാത്ത തോതിൽ ഉപദ്രവിക്കുകയാണെന്നൊക്കെ പറയുമ്പോഴും നമ്മൾ ഈ കേസുമായി ബന്ധപ്പെട്ട് അവരുടെ വിശദീകരണം പൂർണ്ണമായിട്ട് നമുക്ക് തൃപ്തികരമല്ലാത്ത പോലെ തോന്നും. പ്രശ്നങ്ങൾ തോന്നുന്നുണ്ട്. അല്ല, അങ്ങനെ ഒരു പുകമറ ഇതിലെവിടെയൊക്കെ ഉണ്ടോ എന്നുള്ള സംശയം നമുക്ക് തോന്നാം. പിന്നെ നമുക്ക് പെട്ടെന്നൊരു സംശയം തോന്നാൻ കാരണം ഈ 5000 കോടി എന്നൊക്കെ കേൾക്കുമ്പോൾ സ്വാഭാവികമായും അത് 76% സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും കൈകളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഒരു അഴിമതി ഇല്ലേ എന്ന് നമുക്ക് തോന്നാം. പക്ഷേ സനീഷ്, ഇത് നമ്മൾ ആലോചിക്കേണ്ടത് ഇത് എവിടെ തുടങ്ങിയതാണ്, ആര് തുടങ്ങിയതാണ്? അത് ജവഹർലാൽ നെഹ്റു തുടങ്ങിയതാണ്. ഇനി ജവഹർലാൽ നെഹ്റു തുടങ്ങിയതിന് ശേഷം ഇതെല്ലാം കൂടെ കോൺഗ്രസ് സമ്പൂർണ്ണമായിട്ട് അല്ലെങ്കിൽ മറ്റാരുടെയും കയ്യിലേക്ക് പൂർണ്ണമായി ഇതിൻ്റെ നിയന്ത്രണം പോയിരുന്നോ? ഒരിക്കലും ഇല്ല. ഇത് നെഹ്റു കുടുംബത്തിൻ്റെ നിയന്ത്രണത്തിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു പത്രമാണ്. അതായത് സ്വാതന്ത്ര്യ സമരത്തിൽ സാധ്യമായ എല്ലാ ആയുധങ്ങളും എടുത്ത് പോരാടണമെന്നും ആഹ്വാനം ചെയ്തുകൊണ്ട് അങ്ങനെ ആരംഭിച്ച ഒരു പത്രം. അങ്ങനെ ജവഹർലാൽ നെഹ്റു തുടങ്ങിയ ഒരു പത്രം, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള ഒരു പത്രം, പിന്നീട് ജവഹർലാൽ നെഹ്റു തന്നെ 10,000 ഓഹരി ഉടമകളെ, കോൺഗ്രസ്സുകാരെ ഇതിലേക്ക് കൊണ്ടുവന്ന് ചേർത്ത് ഇത് കോൺഗ്രസിൻ്റെ ഒരു സ്വത്താക്കി മാറ്റിയ പത്രം. അങ്ങനെയാണ് ഇതിനെ കാണേണ്ടത്. പക്ഷേ പിന്നീട് എന്താണ് സംഭവിക്കുന്നത്? ഇത് 2008 ആകുമ്പോഴേക്ക്, അതിപ്പോൾ കേരളത്തിലെ വീക്ഷണത്തിൻ്റെ കഥയൊക്കെ നമുക്കറിയാമല്ലോ, ഏത് പരുവത്തിലൊക്കെയാണ് കോൺഗ്രസ്സുകാർ തന്നെ പല കാലങ്ങളിലായി കൊണ്ടുചെന്ന് എത്തിച്ചിട്ടുള്ളതെന്ന്. അതുപോലെ നാഷണൽ ഹെറാൾഡ് അങ്ങനെയല്ല. ചലപതി റാവുവിനെ പോലെയുള്ള നല്ല എഡിറ്റർമാരുടെ നേതൃത്വത്തിൽ അത് ഗംഭീരമായി ആളുകൾ വായിക്കുകയും അത് സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ നിർണായകമായ പങ്കുവഹിക്കുകയും ദേശീയ പത്രമായി തന്നെ നിലനിൽക്കുകയും ഒക്കെ ചെയ്ത പഴയ കോൺഗ്രസ് പത്രം എന്നുള്ള നിലയ്ക്ക് നമ്മളതിനെ വിലയിരുത്തേണ്ടതാണ്. അപ്പോൾ ആ പത്രം പിന്നീട് ഘട്ടം ഘട്ടമായി അതിൻ്റെ ഒരു പ്രതാപം എല്ലാം അസ്തമിച്ച് 2008 ആകുമ്പോഴേക്ക് ഇത് പൂട്ടിപ്പോവുകയാണ് ഈ പത്രം. പക്ഷേ അപ്പോഴും ഇത് അന്ന് തുടങ്ങിയ പത്രമാണല്ലോ. അപ്പോൾ അതിൻ്റെ ആസ്തി എന്നുള്ളത് ചിലർ 2000 കോടിയെന്നും അതല്ല 5000 കോടിയുടെ വിപണി മൂല്യം എന്നുമുള്ള വളർച്ചയിലേക്ക് ഇത് മാറി. അപ്പോൾ ആ ആസ്തി നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടായി. 2008 ഇത് പൂട്ടിക്കഴിയുമ്പോൾ ഈ AJLന്റെ ഇത് കമ്പനി പൂട്ടുകയാണല്ലോ, ഈ പത്രം പൂട്ടുകയാണ്. അപ്പോൾ ഈ ഓഹരി ഉടമകളെ സ്വാധീനിച്ചു. 10,000 ഓഹരി ഉടമകൾ വേറെയുണ്ട്. അവരെ സ്വാധീനിച്ചുകൊണ്ടും ഇതിൻ്റെ ഓഹരികൾ വാങ്ങിക്കൂട്ടിക്കൊണ്ടും ഈ കോൺഗ്രസിൻ്റെ സ്വത്ത് നഷ്ടപ്പെടുന്നു എന്നുള്ള സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയി. അപ്പോൾ ഈ സ്വത്ത് പിടിച്ചു നിർത്താനൊരു മാർഗം വേണമല്ലോ. ആ മാർഗം ആലോചിച്ച് ഈ പറയുന്ന കമ്പനി, അതായത് യങ് ഇന്ത്യ എന്ന് പറയുന്ന കമ്പനി രൂപീകരിക്കുന്നു. സ്വാഭാവികമായും അവിടെ സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി ഒക്കെയല്ലേ വേണ്ടത്? എനിക്ക് അറിയാൻ മേലാച്ചിട്ട് ചോദിക്കുകയാണ്. സംശയം അതാണ്. നെഹ്റു തുടങ്ങിയ പത്രം, കോൺഗ്രസ്സുകാരുടെ പത്രം, അതിലിങ്ങനെ നെഹ്റു തന്നെ കുറേ ഓഹരി ഉടമകളെ ചേർത്തിരിക്കുന്നു. അതിൻ്റെ നീതി എന്നുള്ളത്, ഒരു ന്യായം എന്നുള്ളത് അങ്ങനെയല്ലേ? ഇപ്പം സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും അതിൻ്റെ പ്രധാന ഓഹരി ഉടമകളായി വരുന്നു. അതിനുശേഷം എന്താണ് സംഭവിക്കുന്നത്? ഇതിൽ നമുക്ക് സംശയത്തിൻ്റെ ഘട്ടം വരുന്നത് എന്താണ്? കോൺഗ്രസ് 90 കോടി രൂപ വായ്പ കൊടുക്കുന്നു. ഏത് ബാങ്കല്ല കൊടുക്കുന്നത്? കോൺഗ്രസ് 90 കോടി രൂപ AJLന് കൊടുക്കുന്നു. ആ വായ്പ അടക്കം ഏറ്റെടുക്കുന്നത്, ഈ ഓഹരികളായി ഏറ്റെടുക്കുന്നത് ഈ യങ് ഇന്ത്യ എന്ന് പറയുന്ന കമ്പനിയാണ്. അത് 50 ലക്ഷം കൊടുത്തിട്ടാണ് അത് പൂർണ്ണമായി ഏറ്റെടുക്കുന്നത്. ഇത് എന്തിനു വേണ്ടി നടത്തുന്ന ഒരു പ്രക്രിയയാണ്? കോൺഗ്രസിന് ഈ സ്വത്ത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി. അല്ല, ഒരു പ്രശ്നം ഈ നിലയ്ക്ക് തോന്നുന്നത് എന്താണ്? കോൺഗ്രസിന് വേണ്ടി സ്വത്ത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഏറ്റെടുക്കുന്നത്. ഇനി ഇതിലെ പരാതി എന്താണ്? അതാണ് പ്രധാനപ്പെട്ട എൻ്റെ ചോദ്യം. പരാതി ആർക്കാണ്? അത് സുബ്രഹ്മണ്യൻ സ്വാമിക്ക്. സുബ്രഹ്മണ്യൻ സ്വാമി ആരാണ്? BJPയുടെ നേതാവ്. സുബ്രഹ്മണ്യൻ സ്വാമി ജനതാ പാർട്ടി നേതാവായിരിക്കുമ്പോഴാണ് ഈ പരാതി ഉന്നയിക്കുന്നത്. കോൺഗ്രസുമായിട്ട് ഒരു ബന്ധമുള്ളപ്പോഴല്ല, ഒരു ബന്ധവുമില്ല. അദ്ദേഹം ജനതാ പാർട്ടി നേതാവായിരുന്നുകൊണ്ട് എന്ത് പരാതിയാണ് ഉന്നയിക്കുന്നത്? കോൺഗ്രസിനെ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പറ്റിച്ചു എന്ന് പറഞ്ഞിട്ട്. അതായത് കോൺഗ്രസിനെ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധി പറ്റിച്ചു. അതാണ് ഈ കേസ്. അതാണ്. അപ്പോൾ അതിനകത്ത് ഞാൻ പറയട്ടെ, അതായത് ഇതിനകത്ത് മാർക്കണ്ഡേയ കട്ജുവിൻ്റെയും
പ്രശാന്ത് ഭൂഷണിൻ്റെ ഒക്കെ പിതാക്കന്മാർക്ക് ഇതിനകത്തിൽ ഓഹരി ഉണ്ടായിരുന്നു. ഈ 5000 ആളുകളിൽ അവരൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ പറഞ്ഞു, ഞാൻ പിന്നീട് ഒരു പ്രശ്നമായപ്പോൾ പറഞ്ഞു ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. ഹർഷൻ പറയുന്നത് ലോജിക്കലി കറക്റ്റാണ്. എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസിൻ്റെ സ്വത്താണത്. കാലങ്ങൾ കൊണ്ട് അതിനുമേൽ 5000 കോടി വന്ന് ചേർന്നിട്ടുണ്ടെങ്കിൽ ആ സ്വത്ത് സ്വാഭാവികമായിട്ടും കോൺഗ്രസിൻ്റെ സ്വത്താണ്. അത് സ്വാഭാവികമായിട്ടും ഇപ്പോൾ കോൺഗ്രസിനെ നയിക്കുന്ന സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും അടക്കമുള്ള ആളുകളിൽ തന്നെ അതിന് നിയന്ത്രണാധികാരം വരുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ നാട്ടിൽ ചില വ്യവസ്ഥകളുണ്ടല്ലോ. നാട്ടിൽ ഇത്രയും വലിയ ധനമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വത്തുക്കളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ അതിനകത്ത് സ്വാഭാവികമായിട്ടും പാലിക്കേണ്ടുന്ന ട്രാക്ക് ഉണ്ടല്ലോ, ആ ട്രാക്ക് പാലിച്ചില്ല. ഞാൻ അപ്പോഴും അവരെ കുറ്റപ്പെടുത്തില്ല. പക്ഷേ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ അലസതയുടെ മകുടോദാഹരണം എന്ന് വേണം ഈ കേസിൽ നമ്മൾ കാണാൻ. രാഷ്ട്രീയ അലസതയുടെ മകുടോദാഹരണം. അതായത് 2008 ഈ പത്രം പൂട്ടിപ്പോയി. ഒന്ന് ആലോചിച്ചു വർഷം. അതായത് 2008 എന്നൊക്കെ പറയുന്നത് ഇവർ വളരെ സർവ്വപ്രതാപികളായിട്ട് ദേശീയ രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന കാലമാണ്. ഒരു പത്രം ജവഹർലാൽ നെഹ്റു തുടങ്ങിയിട്ട് 10,000 ആളുകൾ സ്വാതന്ത്ര്യ സമര സേനാനികൾ ഷെയർ ഹോൾഡേഴ്സ് ആയിരുന്ന 1936 എന്ന് വെച്ചാൽ സ്വാതന്ത്ര്യം കിട്ടുന്ന എത്രയോ വർഷം മുമ്പ് അതിന് ചരിത്രമുള്ള ഒരു സ്ഥാപനത്തെ നിലനിർത്തുക എന്നത് ഇവരുടെ മിനിമം ഉത്തരവാദിത്തം. ഒരു പത്രം എന്ന് വെച്ചാൽ പിന്നീട് മാധ്യമങ്ങളെ എങ്ങനെ ഉപയോഗിക്കും രാഷ്ട്രീയ പാർട്ടികളെന്ന് പിന്നീട് വന്ന BJP കാണിച്ചു കൊടുത്തില്ലേ. അപ്പോൾ അവിടെ ദേശീയ തലത്തിൽ അവർ സർവ്വപ്രതാപികളായിരുന്ന കാലത്ത് അവർക്ക് പാരമ്പര്യമായിട്ട് ഇത്ര വലിയ ഉത്തരവാദിത്വം ഉണ്ടായിരുന്ന ഒരു പത്രത്തെ നിലനിർത്താൻ ഈ ചങ്ങാതിമാർക്ക് സാധിച്ചില്ല. എന്നിട്ട് ഇത് സ്വത്ത് പോയി പോകുമെന്ന് അറിഞ്ഞപ്പോൾ ഇവരെല്ലാവരും കൂടി താടി കയറി ഒരു പെട്ടെന്നൊരു യങ് ഇന്ത്യൻ എന്ന് പറഞ്ഞു. ആ നടപടിയിലും അലസത കാണിക്കുകയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഈ ചങ്ങാതിമാർ പ്രധാനപ്പെട്ട ആളുകൾ ഒരു കാലത്തും അവരുടെ അധികാരത്തെ തട്ടുകേട് പറ്റും എന്ന് വിചാരിച്ചില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അങ്ങനെയല്ലെങ്കിൽ ഈ പറയുന്ന പത്രം പൂട്ടില്ല. ഇനി പത്രം പൂട്ടിപ്പോയാലും ഇത്ര വലിയ സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായുള്ള വഴിയിലൂടെയാണല്ലോ പോവുക. സംഗതി ശരിയാണ്. BJP ഓരോ വഴിയും ഇപ്പോൾ സുബ്രഹ്മണ്യ സ്വാമി മൂപ്പർക്ക് തോന്നിയൊരു രസത്തിന് കൊടുത്ത കേസായിരിക്കും. പക്ഷേ അതിനകത്തൊരു കാര്യമുണ്ടല്ലോ എന്ന് കണ്ടപ്പോഴാണ് BJP അതിനെ പിടിക്കുന്നത്. ഇനിയിപ്പോൾ അടുത്ത രാഷ്ട്രീയം, അതായത് ഇനി അടുത്ത 10 വർഷം ഭരിച്ച BJP സർക്കാരിനെതിരെ ഉന്നയിക്കാവുന്ന രാഷ്ട്രീയ അഴിമതി ആരോപണങ്ങൾ സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും വെക്കുമ്പോൾ നിങ്ങളായിരുന്നു കേട്ടോ ഈ രാജ്യത്തെ ഏറ്റവും വലിയ അഴിമതിക്കാരി എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇവരുടെ അളിയൻ രാഹുൽ ഗാന്ധിയുടെ അളിയനെ റോബർട്ട് വാദ്രയെ അങ്ങോട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കേസ് ഇങ്ങനെ വലുതാക്കി ശക്തമാക്കിക്കൊണ്ട് രാഷ്ട്രീയ അലസതയ്ക്ക് എത്രമാത്രം വലിയ, കാരണം ഇതിന്റെ ഒരു കാലഗണന നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴാണ് ഈ കേസ് കുത്തിപ്പൊക്കുക, എപ്പോഴാണ് ഇത് കൂടുതൽ വിവാദമാവുക, അത് കൃത്യം തെരഞ്ഞെടുപ്പ് എടുക്കുന്ന ഘട്ടത്തിലാണ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പ്, മറ്റ് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിന് മുമ്പൊക്കെയാണ് ഈ സ്വത്ത് ഏറ്റെടുക്കലൊക്കെ. പിന്നെ ഇതിനകത്ത് ഒരു കാര്യം കൂടെയുണ്ട്. സ്വത്ത് ഏറ്റെടുത്തു എന്ന് നമ്മളങ്ങ് പറയുമ്പോൾ ഇതിന് ഈ കാലാകാലം അങ്ങ് സർക്കാരിന്റെ കയ്യിലാണ് എന്നൊന്നും കരുതണ്ട. ഇത് നിയമ പോരാട്ടത്തിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കേസുകളുടെ ഒക്കെ ഗതി അവർ കടത്തിയടിക്കുന്ന ആൾക്കാരാണ്, കോടതി കടത്തിയടിക്കുന്നതാണ്. മാത്രമല്ല ഇതിൽ ഏറ്റവും കൗതുകരമായ ഒരു കാഴ്ച, അതും പറയാതെ പോകാനിരിക്കാനാവില്ല. ഈ രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുത്തപ്പോൾ ഉജ്ജ്വലമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഓഫീസുകളിലേക്ക് കോൺഗ്രസ് മാർച്ച് നടത്തുകയും സമരം ചെയ്തു. അവരുടെ രാഷ്ട്രീയ ഉത്തരവാദിത്തമാണ് അത് ചെയ്തു. പക്ഷേ മറ്റേ കേജ്രിവാളിനെതിരെ കേസെടുത്തപ്പോൾ എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല, കൂടുതൽ കടുപ്പിച്ച് കേസെടുക്കുന്നില്ല എന്നുള്ള ചോദ്യമാണ് കോൺഗ്രസ് ഉന്നയിച്ചുകൊണ്ടിരുന്നത്. രാഷ്ട്രീയമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ ഉപയോഗിക്കും എന്നുള്ളത് കോൺഗ്രസ് ഇങ്ങനെ പല നിലക്ക് കാണാണ്. ഇപ്പൊ കേരളത്തിലെ CPM-മാർക്ക് വളരെ സന്തോഷമുള്ള കാര്യം, അതിലേക്ക് നമ്മൾ പോകുന്നില്ല. ഒരു വ്യാഴവട്ടക്കാരമായി സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും വേട്ടയാടുന്ന വ്യവഹാരമാണ് നാഷണൽ ഹെറാൾഡ് അഴിമതി കേസ്. BJP അവർക്ക് ആവശ്യമുള്ള സമയത്തെല്ലാം കൃത്യമായ ഇടവേളകളിൽ അത് പോളിഷ് ചെയ്ത് പുറത്തെടുക്കും. രാഷ്ട്രീയമായി BJP ഈ കേസ് ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്ന കാര്യത്തിൽ RDXന് സംശയമില്ല. പക്ഷേ ഇത് പരിപൂർണമായും രാഷ്ട്രീയമായി കെട്ടിച്ചമച്ച കേസാണെന്ന് ഞങ്ങൾക്ക് പറയാനാവുകയുമില്ല. അത് തെളിയേണ്ടതാണ്. നാഷണൽ ഹെറാൾഡിന് കോൺഗ്രസ് പാർട്ടി അതിൻ്റെ പ്രതാപകാലത്ത് 90 ചില്ലുവാനം കോടി രൂപ കൈവായ്പ നൽകുന്നു. പെട്ടെന്ന് ശൂന്യതയിൽ നിന്ന് യങ് ഇന്ത്യൻ എന്നൊരു കമ്പനി അവതരിപ്പിച്ച് ആ വായ്പ തുക ഓഹരികളായി കൈപ്പറ്റുന്നു. ഈ ഇടപാട് സംബന്ധിച്ച് സാമാന്യ ജനത്തിന് മനസ്സിലാവുന്ന വിശദീകരണം തരാൻ ഇക്കണ്ട 12 കൊല്ലത്തിനിടെ ഇതുവരെ കോൺഗ്രസിന് പറ്റിയിട്ടുമില്ല. BJP-യുടെ രാഷ്ട്രീയ പകപോക്കൽ എന്ന് ആവർത്തിച്ചുകൊണ്ടിരുന്നാൽ പോരാ, അതൊരു വാസ്തവമാണെങ്കിൽ കൂടി. നാഷണൽ ഹെറാൾഡ് കേസ് കറുപ്പും വെളുപ്പും തിരിച്ച് കോൺഗ്രസ് വിശദീകരിക്കട്ടെ. ആദ്യം